ഹല്ലേലൂയ. ഇവാഞ്ചലിസ്റ്റ് ഹല്ലേലൂയ ബ്രിജോയെ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്നലെ പകൽക്കാലം വീണ്ടും ക്രിസ്തുവിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. സെറാക്കോസ് ചർച്ചിന്റെ അതിശക്തമായ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സ്വാതന്ത്ര്യത്തോടെ, ദൈവിക സാന്നിധ്യത്തോടെ ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നൽകിയ എല്ലാ കൃപകൾക്കായി, ദൈവത്തിന്റെ എല്ലാ പദ്ധതികൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ഒരുമിച്ച് പ്രിയാങ്കുള്ളുമാരുമായിട്ട് ഒരുമിച്ച് പ്രിയാങ്കള് ആന്റി ചിനി ചേച്ചി, പ്രിയ ചാൻ, കുഞ്ഞുങ്ങൾ ജോഷുവ, പ്രിയ തോമസ് പാസ്റ്റർ, പ്രിയ ഫിലിപ്പ് പാസ്റ്റർ, നിങ്ങള് എല്ലാവരെയും ഓർത്ത് കർത്താവിനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വലിയ കാര്യങ്ങൾ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളുടെ ഇടയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ദൈവത്തിന്റെ വലിയ പ്ലാനുകൾ, പദ്ധതികൾ, ദൈവത്തിന്റെ വലിയ പർപ്പസുകൾ പരിശുദ്ധാത്മാവ് നൽകുവാൻ ഇടവരുത്തട്ടെ. ഞങ്ങളും വിവിധ സംസ്ഥാനങ്ങളിൽ ഭാരതത്തിന്റെ അരിക്കുവാൻ ഇടവന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ പെരുമ്പാവൂർ, ആലുവ, കുറച്ചുകൂടെ അൺറീച്ച്ഡ് ഏരിയ ആയിരിക്കുന്ന ഈ കോതമംഗലത്തിന്റെ പെരുമ്പാവൂരിന്റെയും ഏരിയകളിൽ ഡ്രഗ്, ആന്റി ഡ്രഗ്, അങ്ങനെയുള്ള ഡ്രഗ് യൂസ് ചെയ്യുന്ന, വിൽക്കുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കേരളത്തിൽ MDMA മുതലായ ഒരുപാട് ഡ്രഗുകൾ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരുപാട് കൊലപാതകങ്ങൾ ഉണ്ടായതിന്റെ വെളിച്ചത്തിൽ പോലീസുകാരൊക്കെ കൂടുതലും കേരളത്തിൽ വളരെയധികം പ്രവർത്തനത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ മീറ്റിങ്ങിനകത്ത് ഒരുപാട് ചെറുപ്പക്കാരെ കാണുവാനും, യേശുവിനെ കുറിച്ച് പറയുവാനും, ഡ്രഗ്സിനെ കുറിച്ച് അവയർനെസ് കൊടുക്കുവാനും ഒക്കെ പരിശുദ്ധാത്മാവ് കൃപ നൽകി. വലിയ ദൈവിക പദ്ധതികൾ ഓരോരുത്തരോടൊക്കെ ടോക്ക് ചെയ്യുമ്പോൾ പൈശാചിക മേഖലകൾ അവരിന്ന് അടർന്നു മാറിയിട്ട് ക്രിസ്തുവിലേക്ക് അവർ വരുന്ന കാഴ്ചകൾ, അവിടെയുള്ള ചർച്ചുമായി ബന്ധപ്പെട്ട് അവരെയൊക്കെ അവിടെ ആക്കുവാനും, ഒരുപാട് കോൺടാക്ട്സ് ലഭിക്കുവാനും, അനേക ചെറുപ്പക്കാരോട് ക്രിസ്തുവിന്റെ സ്നേഹം പറയുവാൻ ഇടവന്നു. എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുകയാണ്. അങ്കിൾ ആന്റി, പ്രിയ ചേർച്ച് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. പിതാവിനെ മാതാവിനെ പോലെ അങ്കിൾ ആന്റിയൊക്കെ സ്നേഹിക്കുന്ന, വിമർശിക്കാതെ, കളിയാക്കാതെ, അഭിഷേകത്തിന്റെ ആവേശത്തെ ഒരിക്കലും ചോർത്തിക്കളയാതെ, നല്ലതിനെ നല്ലതൊന്നും ചീത്തയെന്നും പറഞ്ഞു തന്ന് അനുഗ്രഹിക്കപ്പെട്ടതിൽ മെൻറയുവാൻ ഈ തലമുറയിൽ ദാസനെയും ദൈവദാസിയെയും പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്നുവല്ലോ. ദൈവത്തിന്റെ കരത്താൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ മെസ്സേജ് പറയുവാൻ ദൈവന്റെ ജീവിതത്തിലൂടെ എത്തുന്ന നല്ല നിമിഷങ്ങൾക്ക് നന്ദി പറയുന്നു. എസ്പെഷ്യലി നോർത്ത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ പൂട്ടുകയാണ്. ഒരുപാട് ചർച്ചകൾ ഇന്നലെ ഇന്നും എല്ലാം വളരെയധികം പ്രതിസന്ധികൾ കൂടെ ചർച്ചകൾ പോകാനുള്ള വന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഭാരത സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അമ്മാവ് സഭയോട്, സെറാക്കോസ് ചർച്ചിനോട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് ദൈവത്തിന്റെ ദൂത് ലഭിക്കുവാനും കേൾക്കുവാനും, ക്രിസ്തുവിൽ നമ്മുടെ ചേർച്ച് വളരുവാനുള്ളതിനെ കുറിച്ച് ആത്മാവ് അതിശക്തമായി നമ്മളോട് ഇടപെടുവാൻ വേണ്ടി പോവുകയാണ്. 2 കൊരിന്ത്യർ ലേഖനം അതിന്റെ 6-ാം അധ്യായം 1-ാം വാക്യം മുതൽ ആത്മാവിൽ നമ്മൾ ഒരുമിച്ച് ആ വചനത്തിനകത്തേക്ക് കയറുന്നു. ശുശ്രൂഷയെ സംബന്ധിച്ച പൗലോസിന്റെ സംഗ്രഹം, സമ്മറി ഓഫ് ദ മിനിസ്ട്രി അക്കോർഡിംഗ് ടു പോൾ. ശുശ്രൂഷ, അഭിഷേകത്തിന്റെ ശുശ്രൂഷ, ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ, സഭയുടെ ശുശ്രൂഷ എന്നതിനെ കുറിച്ചുള്ള അതിശക്തമായ വാക്കുകൾ പരിശുദ്ധാത്മാവ് തന്റെ സഭയിൽ 2 കൊരിന്ത്യർ 6-ാം അധ്യായം 1-ാം വാക്യം തൊട്ട് അതിശക്തമായി പൗലോസ് എന്ന ദൈവമനുഷ്യൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരളി, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്യുന്നുവല്ലോ. ഇപ്പോൾ ആകുന്നു സുപ്രസാദ കാലം, ഇപ്പോൾ ആകുന്നു രക്ഷാ ദിവസം. പൗലോസ് എന്ന ദൈവത്തിന്റെ അഭിഷിക്ത ദാസൻ അതിശക്തമായി 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുതെന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ദൈവത്തിന്റെ കൃപ, അതിശക്തമായ ദൈവത്തിന്റെ കൃപ, അവൻ ആദ്യം അബ്രഹാമിന് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്ന് നമ്മൾ ഒരുമിച്ച് വായിക്കുകയാണ്. അവൻ മറിയത്തിന് യഹോവയുടെ കൃപ ലഭിച്ചുവെന്ന് ബൈബിൾ അതിശക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. അതിനേക്കാൾ അപ്പുറമായി നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചുവെന്ന് ബൈബിളിൽ അതിശക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. ഈ കൃപ ലഭിക്കുക എന്ന് പറയുന്നത് അതിശക്തമായ ഒരു ദൈവത്തിന്റെ പദ്ധതിയാണ്, അതിശക്തമായ ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് പറഞ്ഞിട്ടാണ് ദൂതൻ മറിയത്തോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് എന്ന യുവമനുഷ്യൻ പറയുന്നു, കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് സഹപ്രവർത്തിക്കാരായി നിങ്ങളെ ഞാൻ പ്രബോധിപ്പിക്കുകയാണ്. കൃപ ലഭിച്ചിട്ട് പലരും അവരുടെ കൃപയെ വ്യർത്ഥമാക്കി കളഞ്ഞു.
അതിന് ഏറ്റവും അതിശക്തമായ ഉദാഹരണമാണ് ശൗൽ എന്ന ദൈവത്തിന്റെ അഭിഷിക്തദാസൻ. അദ്ദേഹത്തിന്റെ മേൽ ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ഇസ്രായേലിന്റെ രാജാവായി താൻ മാറി. പക്ഷെ ഇസ്രായേലിന്റെ രാജാവായി മാറുമ്പോഴും അദ്ദേഹം ദൈവത്തിന്റെ കൃപയിൽ നിന്നും മാറിപ്പോകുന്നത് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നു. അദ്ദേഹത്തിന്റെ കൃപ അതിശക്തമായി ദൈവം തന്നെ അദ്ദേഹത്തിന്റെ കൃപ എടുത്തു കളയുന്നത് ആ കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു. ഏലിയാവ് എലീശയുടെ കൂടെ നടന്ന ഗേഹസിയെ കുറിച്ച് പറയുന്നു. അവൻ കൃപ ലഭിച്ച ഒരുപാട് മനുഷ്യരെ കുറിച്ച് പരിശുദ്ധാത്മാവാം ദൈവം പറയുമ്പോഴും കൃപ ലഭിച്ചിട്ട് അഭിഷക്തമായി ദൈവത്തിൽ നിന്നും ദൈവത്തിന്റെ പ്രമാണങ്ങൾക്കകത്തുനിന്നും ദൈവത്തിന്റെ പ്രവർത്തികൾക്കകത്തുനിന്നും ഒരുപാട് മനുഷ്യർ ദൈവത്തിന്റെ കൃപയിൽ നിന്നും വീണു പോയെന്ന് ദൈവത്തിന്റെ ആത്മാവ് പ്രവചിക്കാൻ വേണ്ടി പറയുന്നു. അങ്ങനെയെങ്കിൽ ആത്മാവ് സഭയോട് അഭിഷക്തമായി നമ്മളോട് ഏവരോട് ദൂത് പറയുകയാണ്, ദൈവത്തിന്റെ കൃപ നിങ്ങൾ വ്യർത്ഥമാക്കുവാൻ പാടില്ല. വ്യർത്ഥമായി തീരാൻ മാത്രം നമ്മൾ നിന്നു കൊടുക്കുക മാത്രമല്ല, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ അഭിഷിക്തർ എന്നെ പ്രബോധിപ്പിക്കാറുണ്ട്. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ദാനം, ദൈവത്തിന്റെ സ്നേഹം എന്നതിൽ ഇതിനകത്തുനിന്നും വ്യതിചലിക്കുവാൻ പാടില്ല, ഇതിനകത്തുനിന്നും മാറി നിൽക്കുവാൻ പാടില്ല. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നു, കൃപയെ അഭിഷക്തമായി ഹോൾഡ് ചെയ്യുന്ന, ദൈവത്തിന്റെ ഗ്രേസിനെ അഭിഷക്തമായി കൈകൊള്ളുകൾ കൊണ്ട് പിടിച്ചു കൊണ്ടുപോകുന്ന, ദൈവത്തിന്റെ ഗ്രേസിനെ അഭിഷക്തമായി നിലനിർത്തുന്ന ഒരു ദൈവത്തിന്റെ സഭയും ദൈവത്തിന്റെ കൂട്ടത്തെയും ദൈവത്തിന്റെ വിശ്വാസികളെയും ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായി തിരയുകയാണ്. നമ്മുടെ സഭകൾക്കകത്ത് ദൈവത്തിന്റെ ആത്മാവ് തിരയുകയാണ് ഈ ദിവസങ്ങളിൽ. ദൈവത്തിന്റെ കൃപ അത് ദൈവത്തിന്റെ മഹത്വമാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നർ, ധനവാന്മാർ, ഈ ലോകത്തിലെ പ്രഭുക്കന്മാർ, ഈ ലോകത്തിലെ ജാതീയരായ ഒരുപാട് മനുഷ്യരുടെ മേൽ ദൈവത്തിന്റെ കൃപ ദൈവത്തിന് പകരാമായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ തലമുറയിൽ നമ്മളെ ഓരോരുത്തരെയും അവൻ കുലീനരായിരുന്ന, ശ്രേഷ്ഠരായിരുന്ന, തകർന്നവരായിരുന്ന, മദ്യപാനികളായിരുന്ന, കഞ്ചാവിന് അഡിക്റ്റുകളായിരുന്ന, മോശം സ്വഭാവക്കാരായിരുന്ന നമ്മളെ മേലെല്ലാം ആ ദൈവത്തിന്റെ കൃപ വെളിപ്പെട്ടു. നമ്മളെ മാന്യരാക്കി മാറ്റി, നമ്മളെ സംസ്കാരമുള്ളവരാക്കി മാറ്റി, നമ്മളെ ദൈവസ്നേഹമുള്ളവരാക്കി മാറ്റി, നമ്മളെ മനുഷ്യനെ സ്നേഹിക്കുന്നവരാക്കി മാറ്റി, അനേകരെ സഹായം ചെയ്യുവാൻ കൃപ ലഭിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ പകർന്നുവെങ്കിൽ ഈ ദിവസങ്ങൾ ആത്മാവ് അതിശക്തമായി പറയുകയാണ്, വ്യർത്ഥമായി തീരുന്ന ഒരു മേഖലകളും ഒരു കൃപയും ഒരു സ്വഭാവവും വ്യർത്ഥമായി തീരുവാനല്ല. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഏറെ പ്രയോജനപ്പെടുവാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായി പ്രബോധിപ്പിക്കുകയാണ്. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരം പറഞ്ഞു, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. ഒന്ന്, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അരുളി ചെയ്യുന്നു എന്നൊരു വചനം. രണ്ട്, ഞാൻ നിന്നെ സഹായിച്ചു. എപ്പോഴാണ് നിനക്ക് ഞാൻ അരുളി ചെയ്യുവാൻ ഇടയായി തീർന്നത്? പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരം പറഞ്ഞു. ദൈവിക പ്രസാദം നിന്റെ മേൽ എങ്ങനെയാണ് കടന്നു വന്നത്? നിന്റെ മേൽ ഒരു ദൈവത്തിന്റെ കൃപ വെളിപ്പെട്ടപ്പോൾ നിങ്ങളുടെ മേൽ പ്രസാദകാലം വെളിപ്പെട്ടു. പ്രസാദകാലം വെളിപ്പെട്ടപ്പോൾ എന്താണ് ജീവിതത്തിൽ സംഭവിച്ചത്? ഞാൻ നിനക്ക് ഉത്തരം അരുളുക മാത്രമല്ല, നിന്റെ രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. ഈ ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ രക്ഷാ ദിവസവും തമ്മിൽ അതിശക്തമായി ബന്ധം ബൈബിളിൽ പറയുന്നു. ഒന്ന്, ദൈവത്തിന്റെ കൃപ അത് കണക്ട് ചെയ്യുന്നത് ദൈവിക പ്രസാദത്തെയാണ്. ദൈവിക പ്രസാദം അത് കണക്ട് ചെയ്യുന്നത് ദൈവത്തിന്റെ അതിശക്തമായ അരുളപ്പാടിനെയാണ്. ദൈവിക അരുളപ്പാട് കണക്ട് ചെയ്യുന്നത് ദൈവികമാകുന്ന ദൈവത്തിന്റെ സുപ്രസാദകാലത്തെയാണ്. സുപ്രസാദകാലം കണക്ട് ചെയ്യുന്നത് ദൈവത്തിന്റെ അതിശക്തമാകുന്ന രക്ഷാ ദിവസത്തെയാണ്. 4 പ്രോസസ്സിനകത്തൂടെ ദൈവത്തിന്റെ സഭ ഈ ദിവസങ്ങളിൽ കടന്നുപോകും. ഒന്ന്, പ്രസാദകാലത്തിനകത്തൂടെ കടന്നുപോകും. 2, ദൈവത്തിന്റെ ഉത്തരം അരുളുന്ന ദിവസങ്ങൾക്കകത്തൂടെ കടന്നുപോകും. 3, രക്ഷാ ദിവസത്തിൽ കൂടെ സഭ കടന്നുപോകും. 4, ദൈവം സഹായിക്കുവാൻ ഇറങ്ങി വരുന്ന പ്രോസസ്സിനകത്തൂടെ കടന്നുപോകും. 5, സുപ്രസാദകാലത്തിനകത്തൂടെ ദൈവത്തിന്റെ സഭ കടന്നുപോകും. 6, സുപ്രസാദകാലം മാറുമ്പോൾ ഒരു രക്ഷയുടെ ദിവസത്തിനകത്തൂടെ
ദൈവത്തിന്റെ സഭ ആത്മാവ് കടത്തിവിടും. ഈ ദിവസങ്ങളിൽ അവൻ അഭിഷേകത്തിന്റെ ആത്മാവിന്റെ നിറവിൽ സിറാക്കോസ് എന്ന ചർച്ച്, നമ്മളുടെ ചർച്ചിനോട് ആത്മാവ് പ്രവചിക്കുകയാണ്. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരം അരുളുന്നു. 7 പ്രസാദകാലം സിറാക്കോസ് ചർച്ചിൽ കൂടെ പ്രസാദകാലം അടുത്തൊരു അവൻ ആത്മാക്കളുടെ മേൽ, അടുത്ത ജനറേഷന്റെ മേൽ, അടുത്ത വ്യക്തികളുടെ മുകളിലേക്ക്, വിശ്വാസികളുടെ മുകളിലേക്ക് നമ്മൾ ഒരുപക്ഷെ ഒന്നും കാണുന്നില്ല. പക്ഷെ ആ ഹോളിൽ ഞാൻ വിശ്വസിക്കുകയാണ്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ജനങ്ങൾ യേശുവിന്റെ സുപ്രസാദകാലം മാത്രമല്ല, യേശു കർത്താവിന്റെ പ്രസാദകാലം മാത്രമല്ല, യേശു കർത്താവിന്റെ അവൻ രക്ഷാ ദിവസം മാത്രമല്ല, അവൻ യഹോവയുടെ അതിശക്തമായ കൃപയെ ചുമക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവ് നമ്മുടെ സഭയുടെ അകത്തളങ്ങളിൽ കൂടെ പരിശുദ്ധമായ ദിവസങ്ങളിൽ കൈമാറാൻ വേണ്ടി പോകുകയാണ്. ഓ റബ ഷാൽബ്രാമാരിയന്തൽ കബാന അടവൈതൽ പ്രബാന ഹന്ദുസ്കോറിയൻ ജന്മറാകൂഷിയ റാധുനിബിയന്തൽ ജനാദികൾ കബാന ഹൽബ്രിയന്തൽ കബാന. പ്രസാദകാലത്തിൽ നാം എനിക്ക് ഉത്തരമരളി. ഈ ദിവസങ്ങളിൽ പ്രസാദകാലത്ത് ദൈവം ഉത്തരമരളാൻ വേണ്ടി പോകുന്നത് ദൈവം തന്റെ സഭകളിൽ കൂടെയാണ്. പാസ്റ്റർകളെ, ദൈവത്തിന്റെ ആത്മാവ് പ്രവചിക്കുന്നു, പ്രസാദകാലത്ത് എനിക്ക് ഉത്തരമരളുവാൻ എനിക്കൊരു മീഡിയേറ്റേഴ്സിനെ ഈ ദിവസങ്ങളിൽ വേണം. അത് ദൈവത്തിന്റെ സഭയാണ്. സിറാക്കോസിൽ ദൈവത്തിന്റെ സഭയെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് പ്രസാദകാലത്ത് ഒരു തലമുറയ്ക്ക് ദൈവത്തിന്റെ ഉത്തരമരുളുക മാത്രമല്ല, രക്ഷാ ദിവസത്തിൽ യഹോവയുടെ സഹായം ലഭിക്കുവാൻ അവൻ സുപ്രസാദകാലത്തിൽ യഹോവയുടെ രക്ഷാ ദിവസം വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് ഈ തലമുറയിൽ ദൈവാത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഓ ജീസസ് 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 ജീസസ്. മൂന്നാം വാക്യത്തിൽ അതിശക്തമായിട്ട് പറയുന്നു, ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഒന്നിനും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി കാണിച്ചിരിക്കും. ഞങ്ങൾക്ക് ഇടർച്ച വരുമോ? പൗലോസ് പറയുന്നു സഭയെ കുറിച്ച്, ഞങ്ങൾക്ക് ഇടർച്ച വരുന്നു. സഭയിൽ കൂടുതൽ ജനങ്ങളെ കുറിച്ച് പറയുന്നു, ഞങ്ങൾക്ക് ഇടർച്ച വരുമോ? തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇടർച്ച വരും. നിങ്ങളുടെ ജീവിതത്തിൽ വഴക്കുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ പരസ്പര വ്യത്യാസമാകുന്ന ആശയ വിനിമയങ്ങൾ അതിശക്തമായി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. നിങ്ങൾ പറയുന്നത് പലർക്കും മനസ്സിലാകത്തില്ല. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പൗലോസിൽ പറയുന്നു, ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഒന്നിലും ഇടർച്ചയ്ക്ക് ഭേദം കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി ഞങ്ങൾ കാണിക്കുകയാണ്. ആത്മാവ് പ്രവചിക്കുന്നു, ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഇടർച്ചയ്ക്കും ഹേതു കൊടുക്കാതെ ഈ ദിവസങ്ങളിൽ ദൈവസഭ സഞ്ചരിക്കുവാൻ വേണ്ടി പോവുകയാണ്. ആത്മാവിൻ ആ ദൂതിനെ ഏറ്റെടുക്കുക. നമ്മള് ചിന്തിക്കും, ആത്മാവാണ്, ഉണർവാണ്, തീയാണ്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്, ദൈവ നിയോഗമാണെന്നൊക്കെ അഭിശക്തമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ആത്മാവ് അതിസാധാരണമായിട്ട് പറയുന്നു, ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഒന്നിനും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കുന്നില്ല. ഈ ദിവസങ്ങളിൽ ശുശ്രൂഷകൾക്ക് ആക്ഷേപം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ദൈവത്തിന്റെ സഭയെ കുറിച്ച് പൈശാചിക മണ്ഡലങ്ങൾ ആഗ്രഹിക്കുന്നത്. പൈശാചിക മണ്ഡലം ആഗ്രഹിക്കുന്നു ശുശ്രൂഷകൾക്ക്. അത് ദൈവദാസന്റെ ആയിരിക്കാം, ദൈവമക്കളുടെ ആയിരിക്കാം, ദൈവത്തിന്റെ ദാസന്റെ ഭാര്യയുടെ ആയിരിക്കാം, മക്കളുടെ ആയിരിക്കാം, അതിനേക്കാൾ അപ്പുറമായി നമ്മളെന്ന ദൈവസഭയുടെ ആയിരിക്കാം, ലോകവ്യാപകമായ ദൈവസഭയുടെ ആയിരിക്കാം, ഫേസ്ബുക്കിൽ കൂടെ ആയിരിക്കാം, യൂട്യൂബിൽ കൂടെ ആയിരിക്കാം. അപമാനങ്ങളും കഷ്ടതകളും മോശമായ പ്രവണതകളും പ്രവർത്തികളും പൈശാചിക ധ്രുവങ്ങൾ, പൈശാചിക ലോകം ശുശ്രൂഷകൾക്ക് ആക്ഷേപം വരുത്തുവാൻ നോക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ശുശ്രൂഷകന്മാരോടും അഭിഷിക്തന്മാരോടും സഭയോടും പ്രവചിക്കുന്നു. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഒന്നിനും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി ഞങ്ങൾ കാണുകയാണ്. ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് കരം ഉയർത്തി നമുക്ക് പറയാം, ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി കാണുകയാണ്. ഞങ്ങൾക്ക് ഇടർച്ച ഉണ്ടാക്കുവാൻ കഴിയത്തില്ല, ഞങ്ങൾക്ക് നുണ പറയുവാൻ കഴിയത്തില്ല, മറ്റുള്ളവരുടെ കുറ്റം പറയുവാൻ കഴിയത്തില്ല, മറ്റുള്ളവരെ അപമാനിക്കാൻ കഴിയത്തില്ല, മറ്റുള്ളവരെ മാറ്റി നിർത്താൻ കഴിയത്തില്ല, മറ്റുള്ളവരെ സ്നേഹിക്കാതിരിക്കാൻ കഴിയത്തില്ല, മറ്റുള്ളവരെ തകർക്കാൻ കഴിയത്തില്ല. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ശുശ്രൂഷയ്ക്ക് ഈ തലമുറയിൽ ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ നെഞ്ചു വിരിച്ച് ദൈവത്തിന് വേണ്ടി ഞങ്ങൾ വില കൊടുക്കുകയാണ്. ഇടർച്ച ഉണ്ടാകാതെ
ആക്ഷേപം ശുശ്രൂഷകൾക്കുണ്ടാകാതെ ഞങ്ങളെ തന്നെ ഞങ്ങൾ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി ഞങ്ങൾ ലോകത്തിന്റെ മുൻപിൽ ഞങ്ങളെ കാണിക്കുന്നു. ഈ ദിവസങ്ങൾ നമുക്ക് ഒരുമിച്ച് പറയാം, ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി ഞങ്ങളെ തന്നെ ഈ ദിവസങ്ങളിൽ കാണിക്കുവാൻ വേണ്ടി പോകുകയാണ്. ഈ ദിവസങ്ങളിൽ സഭകളുമായി ബന്ധപ്പെട്ട് എവിടേക്കോ ഇടർച്ചകൾ ഉണ്ടാക്കുന്ന, എവിടെയൊക്കെയോ മുറിവുകൾ ഉണ്ടാക്കുന്ന, എവിടെയൊക്കെയോ വേദനകൾ ഉണ്ടാക്കുന്ന, എവിടെയൊക്കെയോ അന്ധതയിലേക്ക് തള്ളിവിടുന്ന, എവിടെയൊക്കെയോ മടുപ്പുണ്ടാക്കുന്ന, എവിടെയൊക്കെയോ നമ്മുടെ അഭിഷേകത്തെ ചോർത്തുമെന്ന് പറയുന്ന സകല പൈശാചികാധിപത്യങ്ങൾ, കുടുംബങ്ങൾക്കകത്ത് നിൽക്കുന്ന, സഭകൾക്കകത്ത് നിൽക്കുന്ന അഭിഷേകത്തിനെതിരെ നിൽക്കുന്ന വെല്ലുവിളികളെ ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ അതിനെ ബ്രേക്ക് ചെയ്യാണ്. ശുശ്രൂഷകർക്ക് ആക്ഷേപമുണ്ടാക്കുന്ന വൈശാധിക മേഖലകൾ, ശുശ്രൂഷകന് ആക്ഷേപമുണ്ടാക്കുന്ന വൈശാധിക മണ്ഡലങ്ങൾ. പക്ഷെ പൗലോസ് പറയുന്നു, ആക്ഷേപം വരാതിരിക്കേണ്ടതിന് കുടുംബമാണോ ഞങ്ങൾ ഒരുമിച്ച് അതിന് വില കൊടുക്കുകയാണ്. അപ്പനാണോ അമ്മയാണോ സഹോദരനാണോ സഹോദരിയാണോ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ അതിന് വില കൊടുക്കുകയാണ്. ഇന്ന് രാത്രി ഞങ്ങളത് പറയുമ്പോൾ ദൈവത്തിന്റെ മഹത്വം ഞങ്ങളുടെ ചർച്ചിൽ ഇന്ന് പകലി സഭായോഗത്തിനകത്ത് ആ പരിശുദ്ധാത്മാവിന്റെ തീ വെളിപ്പെടുത്തേ. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമറിയത്, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചത്, സുപ്രസാദ കാലത്ത് ഞാൻ നിന്നെ വിടിവിക്കുവാൻ വേണ്ടി ഇറങ്ങി വന്നത് അത് ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരുവാൻ വേണ്ടിയല്ല, നിന്റെ ജീവിത സാഹചര്യങ്ങൾക്ക് നീ പിന്മാറാൻ വേണ്ടിയല്ല, നിന്റെ ചർച്ചുമായി ബന്ധപ്പെട്ട് നീ തകർന്നു പോകുവാൻ വേണ്ടിയല്ല, ആത്മാക്കളിൽ നിന്നോർത്ത് വിഷമിക്കുവാൻ വേണ്ടിയല്ല. അവൻ ദൈവത്തിന്റെ മഹത്വത്തെ, ദൈവത്തിന്റെ കൃപയെ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ വ്യർത്ഥമാകാതിരിക്കുവാൻ ഈ ദിവസങ്ങൾ ഞങ്ങൾ നോഹയെ പോലെ നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ഞങ്ങൾ നോഹയെ പോലെ നിൽക്കുന്നത്? എല്ലാവരും പറയുന്നു മഴ പെയ്യത്തില്ല, എല്ലാവരും പറയുന്നു വെള്ളപ്പൊക്കം ഉണ്ടാകത്തില്ല. പക്ഷേ യഹോവയായ ദൈവം പറയുകയാണ് വെള്ളം പൊങ്ങും. അവൻ മാനസാന്തരം പ്രസംഗിക്കണം. അവന്റെ തലമുറകൾ വരെ ആ മനുഷ്യനോട് ചോദിച്ചിക്കണം, അപ്പാ വെള്ളമില്ലാത്ത ഈ സ്ഥലത്ത്, കടലില്ലാത്ത സ്ഥലത്ത് ഈ പെട്ടകം എങ്ങനെ നമ്മൾ കടലിൽ കൊണ്ടുപോകും? ഞാൻ ആത്മാവിൽ ദൂത് പറയാം, ദൈവത്തിന്റെ അഭിഷിക്തദാസന്മാരെ, നോഹ ഒരു പക്ഷെ പറഞ്ഞു കാണുമായിരിക്കാം, മക്കളെ ഇവിടെ കടലില്ല, സമുദ്രമില്ലായിരിക്കാം, പക്ഷെ കടലിങ്ങ് വന്നോളും, ഈ സമുദ്രം ഇങ്ങോട്ട് വന്നോളും, പുഴ ഇങ്ങോട്ട് വന്നോളും, കാരണം വെള്ളം ഒഴുകുവാൻ വേണ്ടി പോവുകയാണ്. അതിന്റെ അർത്ഥമാണ് ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കുവാൻ നോഹയും കുടുംബവും അവർ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷകന്മാരായി ദൈവസന്നിധിയിൽ കാണിക്കുകയാണ്. ഓ അബ്രഹാമേ, ഇസഹാക്കിനെ നീ വിളിച്ചു ആത്മാവിൽ. ഇസഹാക്കിനെ ഞാൻ വിളിച്ചു. ഇസഹാക്ക് ആ യാഗപീഠത്തിനകത്ത് ആ മനുഷ്യൻ ഇസഹാക്ക് യാഗമാകുവാൻ കിടക്കുമ്പോഴും എന്റെ കാലും കൈയും കെട്ടി അപ്പന്റെ അനുസരണമുള്ള അപ്പന്റെ പുത്രനായി കിടക്കുമ്പോഴും നമുക്ക് ചോദിക്കാം, ഇസഹാക്കെ നിനക്ക് എന്തുകൊണ്ട് ഇത് ചെയ്യുവാൻ വേണ്ടി തുടങ്ങുന്നത്? നിനക്ക് മനസ്സിലാക്കി എന്തുകൊണ്ട് നിനക്ക് കിടന്നു കൊടുക്കുവാൻ തോന്നുന്നു? അവൻ പറയും, ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഒന്നിനും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ സകലും ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി ദിവസത്തിൽ ഞങ്ങൾ കാണിക്കുകയാണ്. വാളതിന്റെ കഴുത്തിൽ ഇറങ്ങുമോ? ഇറങ്ങും. അവൻ ദൈവത്തെ അനുസരിക്കുന്നുണ്ടോ? ബ്രഹ്മനെ അനുസരിക്കുന്നുണ്ട്. പക്ഷെ എന്താ നീ അനുസരണക്കേട് കാണിക്കാത്ത? അവൻ പറയും, എനിക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. 2, എനിക്ക് ദൈവിക പ്രസാദകാലം ഉണ്ടായി. അവൻ രക്ഷാദിവസത്തിൽ എന്റെ ദൈവഹോമ സഹായിച്ചു. അതിനേക്കപ്പുറം എന്റെ പേര് സുപ്രസാദ കാലം ഉണ്ടായി. പക്ഷേ എനിക്കറിയാം, എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന എന്റെ ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന്, ദൈവത്തിന്റെ ശുശ്രൂഷകൾ ആക്ഷേപം വരാതിരിക്കേണ്ടതിന്, ദൈവിക ഉടമ്പടിക്കും ദൈവത്തിന്റെ പദ്ധതിക്കും ആക്ഷേപം വരാതിരിക്കേണ്ടതിന് അവൻ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുകയാണ്. പൗലോസ് പറയുന്നു 5-ാം വാക്യത്തിൽ, ബഹുസഹിഷ്ണുത കഷ്ടം. അഞ്ച് വായിക്കാമോ? ആമേൻ. ശുശ്രൂഷകരുമായി ബന്ധപ്പെട്ട്, സഭയുമായി ബന്ധപ്പെട്ട് ആത്മാവ് പ്രവചിക്കുന്നു. 5-ഉം 6-ഉം ഒന്ന് വായിച്ചു തരാമോ? കലഹം, അധ്വാനം, ഉറക്കിളപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്,
നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാന അപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ച് ചതിയന്മാരായിരുന്നിട്ടും സത്യവാൻമാർ ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു. ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെന്ന് സമ്പന്നർ, ഇല്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. Hallelujah. English From 6 to onwards. In purity, understanding, patience, and kindness in the Holy Spirit, and sincere in love, in truthful speech, and in the power of God, with weapons of righteousness in the right hand and in the left. Through the glory and hallelujah. bad report and good report, genius yet regarded as impostors. 10 until 10. Oh, Known Jesus. yet regarded as unknown, dying and yet will live on, beaten and yet not killed, sorrowful yet always rejoicing, poor yet making many rich, having nothing and yet possessing everything. Amen. Hallelujah. Hallelujah. യേശുവേ സ്തോത്രം. Hallelujah. 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 അൺമ്യൂട്ടായി പറഞ്ഞാട്ടെ. Hallelujah. Shall be and tell bro be am sel kabar. Adam, sorry. Let it. Hallelujah. Let it ചെറിയൊരു വിഷയം. ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കവിളപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനത്തെ ദൈവത്തിന്റെ ആത്മാവ് സഭയുടെ ശുശ്രൂഷ നിലപാടുകൾക്കകത്തേക്കും സഭ അതിശക്തമായ പീഡനങ്ങളുടെ അനുഭവങ്ങൾക്കകത്തൂടെയും കടന്നു പോകുമെന്നും കടന്നുപോയെന്നും ദൈവത്തിന്റെ ആത്മാവ് പ്രവചിക്കുന്നു. ഒന്ന് ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, കലവ്, കലഹം, അധ്വാനം, ഉറക്കവിളപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം. അവൻ 6-ാം വാക്യത്തിൽ പറയുന്നു ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി. അവൻ ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട് അത് ഞാൻ വിടുകയാണ്. അതെല്ലാം പരിശുദ്ധാത്മാവിൽ നമ്മൾ സ്വീകരിച്ചാലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് അധ്വാനവും കലഹവും ഉറക്കമിളപ്പും പട്ടിണിയും ഹാർഡ് വർക്കും നിർമ്മലതയും പരിജ്ഞാനവും ഒക്കെ നമ്മൾ അതിനകത്ത് ജീവിക്കുന്നവരാണ്. പക്ഷെ 6-ാം വാക്യത്തിൽ പറയുന്നു ചില സാഹചര്യങ്ങൾക്കകത്ത് ദൈവദാസനെ, ദൈവസഭയെ നിങ്ങൾ ദീർഘക്ഷമ കാണിച്ചത്, നിങ്ങൾ ദയ കാണിച്ചത്, നിങ്ങൾ പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട നിർവ്യാജ സ്നേഹം കാണിച്ചത്, വ്യാജമല്ലാത്ത സ്നേഹം കാണിച്ചത്, സത്യവചനത്തിന് വേണ്ടി നിന്നത്, ദൈവശക്തിക്ക് വേണ്ടി നിന്നത് എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ച് ചതിയന്മാരെന്നിട്ടും സത്യവാന്മാരായിട്ട് ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നവർ, ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ. ഈ ദിവസത്തിൽ ആത്മാവ് സഭയോട് അതിശക്തമായി ആത്മാവ് ദൂത് പറയുകയാണ്. അവന്റെ ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളാണോ ദുഷ്കീർത്തി സൽകീർത്തികളാണോ ചതിയന്മാർ ആണെന്നറിഞ്ഞിട്ടും സത്യവാന്മാരായി നമ്മൾ അവരെ കാണുന്നു പലരെയും ഈ ദിവസങ്ങളിൽ. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നീ ദീർഘക്ഷമയിൽ വീണ്ടും തുടരുക, നീ പരിശുദ്ധാത്മാവിൽ വീണ്ടും തുടങ്ങുക, നീ നിർവ്യാജ സ്നേഹത്തിൽ വീണ്ടും തുടരുക. സത്യവചനത്തിലും ദൈവശക്തിയിലും ബഹുസഹിഷ്ണുതയിലും കഷ്ടത്തിലും ബുദ്ധിമുട്ടിലും സങ്കടത്തിലും തല്ലിലും തടവിലും കലഹത്തിലും
ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൽ ഈ ദിവസങ്ങളിൽ അവൻ മൂവ് ചെയ്യാൻ തയ്യാറാകുക. അങ്ങനെ മൂവ് ചെയ്യുന്ന ദൈവസഭയെ, അങ്ങനെ മൂവ് ചെയ്യുന്ന ദൈവത്തിന്റെ അഭിഷിക്തരെ, അങ്ങനെ മൂവ് ചെയ്യുന്ന ദൈവത്തിന്റെ അഭിഷേകമുള്ള ദൈവത്തിന്റെ കുഞ്ഞുങ്ങളോട് പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ കൃപയുടെ മഹത്വത്തെ, കൃപയുടെ ദാനത്തെ, കൃപ ലഭിച്ചതിനെ വ്യർത്ഥമാക്കി കളയാത്ത നിന്റെ പ്രവൃത്തിയെ ഈ ദിവസങ്ങളിൽ ഞാൻ ആത്മാവിൽ കാണുവാൻ വേണ്ടി പോകുകയാണ്. ഈ ദിവസങ്ങളിൽ സഭയാകുന്ന നമുക്ക് ഒരുമിച്ച് അങ്ങനെ ഒരു ആത്മചലനത്തിന് വേണ്ടി ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാൻ വേണ്ടി പോകുന്നു. ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരെ തന്നെ ആത്മാവ് പ്രവചിക്കുന്നു. ദുഃഖിതരെങ്കിലും എപ്പോഴും ഈ തലമുറയിൽ ഞങ്ങൾ സന്തോഷിക്കുന്നവരാണ്. ദരിദ്രരെങ്കിലും പലരെയും ഞങ്ങൾ ഈ തലമുറയിൽ സമ്പന്നരാക്കുന്നവരാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ചോർച്ചിനെ നോക്കി പ്രവചിക്കുന്നു. ദുഃഖിതരെങ്കിലും എപ്പോഴും ഞങ്ങൾ സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും ഞങ്ങൾ പലരെയും സമ്പന്നരാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും ഞങ്ങൾ ഈ തലമുറയിൽ കൈവശമുള്ളവരായിട്ടാണ് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ജീവിക്കുവാൻ വേണ്ടി പോകുന്നത്. അവൻ ഇത് അതിശക്തമായി കൊരിന്ത്യ ലേഖനത്തിനകത്ത് കൊരിന്ത്യരോട് ഇടപെടുമ്പോൾ ഞങ്ങളുടെ വായ നിങ്ങളോട് തുറന്നിരിക്കുന്നു, ഞങ്ങളുടെ ഹൃദയം വിശാലമായിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു. ഞങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഇടുക്കമില്ല, നിങ്ങളുടെ ഹൃദയത്തിനത്രേ ഇടുക്കമുള്ളത്. ഈ ദിവസങ്ങളിൽ കൊരിന്ത്യ സഭയോട് ചോദിച്ചതുപോലെ നമുക്ക് ഒരുമിച്ച് ചോദിക്കാം, നിങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളെ കുറിച്ച് ഇടുക്കമുണ്ടോ? You are not restrained by us, but you are restrained in your own affections. ഇതിനെ പ്രതിഫലമായി നിങ്ങളും വിശാലതയുള്ളവരായിരിക്കുവിൻ എന്ന് മക്കളോടെന്ന പോലെ ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങളുടെ ഹൃദയത്തിനകത്താണ് ഇടുക്കമുള്ളത്, ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇടുക്കമില്ല. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വിശാലത ഇല്ലാത്തത്, ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് വിശാലത ഉണ്ട്. ഈ ദിവസങ്ങളിൽ ദൈവത്തിനകത്ത് പറയുന്നു, ഹൃദയ വിശാലതയുള്ളവരായി മാറാം. രാജ്യങ്ങളെ ചലിപ്പിക്കുന്ന അഭിഷേകമുള്ള സിറാക്കോസ് അനേകം മിഷണറീസ് എഴുന്നേൽക്കട്ടെ. ദേശങ്ങളെ പിടിക്കുന്ന വിശാല ഹൃദയം, ആരോടും കയ്പുകളില്ലാത്ത, ആരോടും വേദനകളില്ലാത്ത, ആരോടും ഇടുക്കമില്ലാത്ത, എല്ലാവരോടും ഇടുക്കമില്ലാതെ അവൻ മറ്റുള്ളവരുടെ ഹൃദയത്തിന്റെ ഇടുക്കത്തെ മാറ്റിയിട്ട് ദൈവത്തിന്റെ സ്വഭാവത്തിനകത്ത് ലോകരാജ്യങ്ങളുടെ മേൽ, ദേശങ്ങളുടെ മേൽ, പട്ടണങ്ങളുടെ മേൽ ദൈവത്തിന്റെ കൃപയെ പകരാൻ, ദൈവത്തിന്റെ ഉണർവിനെ പകരാൻ ഈ ദിവസങ്ങളിൽ നമ്മളെ പരിശുദ്ധമാവ സഭയായിട്ട് ദൈവം നമ്മളെ ആശീർവദിക്കുകയാണ് ഈ ദിവസങ്ങളിൽ. കാരണം നിന്റെ മേൽ ഞാൻ പ്രസാദകാലത്ത് ഉത്തരമരളി, രക്ഷാധിപത്യത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. ഒന്ന് ഉത്തരമരളുക, ഞാൻ നിന്നെ രക്ഷാധിപത്യത്തിൽ സഹായിച്ചു എന്നറിവ് ചെയ്യുന്നത് മാത്രമല്ല, ഇപ്പോൾ സുപ്രസാദകമാകുന്നു, ഇപ്പോൾ രക്ഷാദിവസമാകുന്നു. ദൈവത്തിന്റെ അഭിഷിക്തരായ ദൈവദാസന്മാരെ, ആന്റിയെ, കുഞ്ഞുങ്ങളെ, അവിടെ ഇരിക്കുന്ന ചേച്ചിയച്ച, ദൈവത്തിന് ആത്മാവ് പ്രവചിക്കുകയാണ്. നിന്റെ മേൽ സുപ്രസാദകാലം വരുമ്പോൾ അവൻ സുപ്രസാദകാലമാണ് ഇപ്പോൾ ദൈവത്തിന്റെ. ഇപ്പോൾ ആകുന്നു രക്ഷാദിവസം എന്നുള്ള സന്ദേശം ലോകത്തോട് പറയുവാൻ, പട്ടണങ്ങളോട് പറയുവാൻ, മീഡിയ വഴി ദേശങ്ങളോട്, വ്യക്തികളോട്, വ്യക്തിപരമായി സഭകളോട്, ചെറുപ്പക്കാരോട് യേശു നിന്നെ സ്നേഹിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ മുഴുവൻ സ്ട്രീറ്റ് ഇവാഞ്ചലിസമാണ് ചെയ്യുന്നത്. ഞങ്ങൾ കോട്ടയത്തും പെരുമ്പാവൂരും എറണാകുളത്തും സിറ്റികളിൽ പോയി ട്രാക്റ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഉപരി വ്യക്തിപരമായി മനുഷ്യരോട്, കുഞ്ഞുങ്ങളോട്, ചെറുപ്പക്കാരോട് സംസാരിക്കുന്നു. ഡ്രഗിനെ കുറിച്ച്, യേശുവിനെ കുറിച്ച് തകർന്നു കിടക്കുന്ന, വേദനിക്കപ്പെട്ടുന്ന ഒരു തലമുറയോട് ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഈ ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെ ചലിക്കാം. ഈ ദിവസങ്ങളിൽ ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. നിന്റെ കൃപയെ നീ എടുത്തു കളയരുത്. നിന്റെ കൃപ നിനക്ക് ലഭിച്ചത് വ്യർത്ഥമായി തീരുന്നത് സൽപ്രവർത്തിക്കാനായി നിങ്ങളെ പ്രബോധിപ്പിക്കുക. നിങ്ങളെ വിളിച്ചിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ചർച്ച് അഭിഷിക്തരെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് സൽപ്രവർത്തിക്ക് വേണ്ടിയാണ്, സൽപ്രവർത്തിക്ക് വേണ്ടിയാണ്, ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് സൽപ്രവർത്തികൾക്ക് വേണ്ടിയാണ്. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ നിയോഗങ്ങൾ